ഹായ് റയാൻ, ഇത് ഏതാ വണ്ടി? മസ്ഡ 6 2024 എങ്ങനെയുള്ള വണ്ടി? മൈലേജൊക്കെ എങ്ങനെയാ? ഓടിക്കാൻ സുഖമല്ലേ ഇത്? ഒന്ന് കാണിച്ചെന്ന് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എങ്ങനെയാണ്? ഓഹോ, പക്ഷേ നമ്മൾ ലോക്ക് ഇങ്ങനെ വേണ്ട, ഇത് മനസ്സിലാക്കാം. ഇതാണ് ഗിയർ, സ്പോർട്ട് മോഡ്, ഓണാക്കാൻ ഇത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്. ഇത് വർക്കാവാൻ വേണ്ടി സീറ്റ് ബെൽറ്റ് ഇട്ടാലാണ് ഓട്ടോ കൊണ്ട് വർക്കാവാം. ഇതാണ് ഇതിൻ്റെ കീ, സൈഡിൽ കൂടെ ബട്ടൺ കൊടുക്കാം. പിന്നെ ഇതാണ് എൻ്റെ വോളിയം കൺട്രോൾ. ഏത് ബേസ് മോഡലാണ് മസ്ഡ 6 പ്യൂറാണ് അതിൻ്റെ വേരിയൻറ്റ്. അപ്പോൾ പ്യൂർ തന്നെ കുറേ ഫീച്ചർ ഉണ്ട്. നമുക്ക് TV സ്ക്രീനൊക്കെ മാപ്പൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് 93,000 ബേസ് മോഡൽ. 93,000 dirhams. 93,000 dirhams ബേസ് അല്ലേ? ബേസ് മോഡൽ. ഇത് ബേസ് മോഡലാണ്. ഇങ്ങനെ മിറർ എന്തൊരു പ്രത്യേക കാണുന്നുണ്ടല്ലോ ഇതിൽ. സ്പീക്കറാണത്? അത് എനിക്കാണ് സെൻസറാണ്. പിന്നെ ഇവിടെ 3 ബാക്കിലത്തെ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടോയെന്ന് ഇവിടെ കാണിക്കും. റെഡ് ലൈറ്റ് ഓഫ് ആയിരിക്കും കാണിച്ചിരുന്നു, ഓഫ്. പിന്നെ ഇവിടെ ചൈൽഡ് സീറ്റ് ആങ്കറൊക്കെ കാണിക്കും, ലൈറ്റൊക്കെ. പിന്നെ എയർ ബാഗിൻ്റെ ഓരോ ലൈറ്റ്. ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ ഉണ്ട്. സ്റ്റാർട്ട് ബട്ടൺ ഇവിടെയാണ് വരുന്നത്. പിന്നെ ബാക്കിലത്തെ ഒരു റെഡ് ലൈറ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ തിരിച്ചോടാം. അത് ഞാൻ അപ്പുറത്ത് ഇതിൽ വേറെ, ഇതിന് ഉള്ളിൽ വേറെ എന്തൊക്കെയോ റേഡിയോ. പിന്നെ സ്ക്രീൻ എങ്ങനെയാ? ഇപ്പോൾ സൺലൈറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇത് തുറന്ന് കാണിച്ചിരുന്നത്? മാപ്പൊക്കെ ഉണ്ടല്ലേ? നല്ലതാണല്ലോ. നമുക്ക് കപ്പ് ഹോൾഡർ ഇങ്ങനെയൊക്കെ മതി. കപ്പ് വയ്ക്കാം, ഇങ്ങനെ അടയ്ക്കാം. പിന്നെ നമ്മുടെ ബോക്സ്, ഇതിൽ നമുക്ക് SD കാർഡൊക്കെ വയ്ക്കാം. അല്ല, SD കാർഡ് വയ്ക്കാം. SD കാർഡിലുള്ള സാധനം നമുക്ക് ഇതിൽ വേണം. നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആൻഡ്രോയിഡ് ഓട്ടോക്ക് വേണ്ടി മാപ്പിനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ സാധാരണ എല്ലാ വണ്ടി കൊടുക്കാം. പക്ഷെ മസ്ഡയിൽ കൊടുത്തേക്കണത് ഇവിടെ. പിന്നെ ഓക്സ് കേബിൾ. പക്ഷെ നെഗറ്റീവ് വെച്ചാൽ ചെറിയ സ്പേസ് ഉള്ളത്. ലൈറ്റ്, പിന്നെ DC കൺട്രോൾസ്, സിങ്കുമുണ്ട് കണ്ട്. ഇപ്പം മുമ്പ് ഇപ്പോൾ വണ്ടിയിലെടുക്കണം. അപ്പം ഞാൻ സിങ്ക് ഓണാക്കിയാൽ അടുത്ത പ്രാവശ്യം ഓടിക്കുമ്പോൾ വണ്ടിയിൽ തന്നെ എടുക്കും. നമുക്കത് മാറ്റുകയും ചെയ്യാം. നമുക്ക് വണ്ടി പുറത്തിറക്കാം. ഇതിൽ വേറെ നെഗറ്റീവ് വെച്ചാൽ നമ്മൾ വണ്ടി ലോക്കായിരിക്കും. ടിക്കറൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല സ്പേസിൽ നമുക്ക് ഇവിടെ 2 ഗിയറുണ്ട്. വലിച്ച നമുക്ക് സീറ്റ് ഇടാം. പിന്നെ അടയ്ക്കാൻ വേണ്ടി ഇവിടെ കഴിക്കാം. ഇപ്പം പുതിയ അൾട്ടിമേൽ ഇതൊക്കെ അവർ മാറ്റി. പുതിയ അൾട്ടിമേലൊക്കെ മാറ്റി. ഇങ്ങനെ അടയ്ക്കാൻ വേണ്ടി ആ സൗണ്ട് കേൾക്കുമ്പോൾ ഫുൾ അടങ്ങുന്നതിൻ്റെ നല്ല വെയിറ്റ് ഉണ്ട്. ഭയങ്കര വെയിറ്റാണ്. എൻ്റെ എഞ്ചിനാണ് സ്കൈയാക്കി GR എല്ലാ മസ്ഡയ്ക്ക്, പഴയ മസ്ഡയ്ക്ക് വരെ ഈ എഞ്ചിൻ എപ്പോഴും കൊടുത്തതാണ്. അപ്പോൾ വിൻ്റർ സീസൺ ആകുമ്പോൾ കോൾഡ് സ്റ്റാർട്ടിങ് ഭയങ്കര സൗണ്ട് ആയിരിക്കും. പക്ഷെ നല്ലതാണ് എഞ്ചിൻ, നല്ലതാണ്. മസ്ഡ യൂസ് കുറേ സംഭവമുണ്ട്.
നമ്മളിങ്ങനത്തെ ഈ സംഭവം എനിക്ക് അറിയില്ല, അറിയത്തില്ല. ഡിപ് സ്റ്റിക്ക് ഇവിടെ ഓയിൽ ഒഴിക്കുന്നത് ഇവിടെ പിന്നെ വാട്ടർ പ്രൂഫ് ഉണ്ട്. ഓക്കെ. ഓക്കെ. നമ്മൾ സാധാരണ ഇങ്ങനെ അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്ററി പോയാൽ കീൻ്റെ ബാറ്ററി പോയാൽ ഹോളുണ്ടാവും തുറക്കാൻ വേണ്ടി. നമ്മൾ ഇങ്ങനെ സാധാരണ നോക്കിയാൽ ഈ ബാക്ക് കവർ ഓപ്പൺ ചെയ്തിട്ടൊരു കീ ഉണ്ട്, അത് വെച്ച് തുറക്കാം. പിന്നെ ബാറ്ററി അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ അടുത്ത് കൊണ്ട് ബ്രേക്ക് പിടിച്ചാൽ സ്റ്റാർട്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ടാവില്ല. എങ്ങനെ മനസ്സിലായി? എന്താ പറയുക? ഇപ്പോൾ ബാറ്ററി പോയി, ബാറ്ററി സ്റ്റാർട്ടാവില്ല. ഓഹോ. അപ്പോൾ എന്ത് ചെയ്യണ്ട, ഈ എടുക്കാം, ഇതിലെടുത്ത് പോകും, ഇങ്ങനെയാണ്. ഓ. അല്ലെങ്കിൽ സ്റ്റാർട്ടാവും. ബാറ്ററി പോയെങ്കിൽ മാത്രം ഈ ബാക്ക് കവർ ഓപ്പൺ ചെയ്യുക, ഒരു കീ എടുക്കാം, തുറക്കുക, പിന്നെ അതിൻ്റെ ഉള്ളിൽ തിരിച്ചു വെച്ചാൽ മതി. ഓക്കെ. അതാണ് മനസ്സിലാത്തത്. ഓക്കെ, താങ്ക് യു.